ഡോക്ടറെ, നേരത്തെ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ പറഞ്ഞു മാറ്റുവിൻ ചട്ടങ്ങളെയൊക്കെ മാറ്റണ്ടേ, ഇങ്ങനെ പോയാൽ മതിയോ ഡോക്ടറെ? മാത്രമല്ല ഈ സ്വേച്ഛാധിപതികളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. താങ്കൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലുള്ള സ്ഥലത്ത് പ്രതിപക്ഷം ഉണ്ടോ ഡോക്ടറെ? ലോക പൊളിറ്റിക്സിന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? അതെ. അങ്ങനെയാണെങ്കിൽ അത് ചർച്ച ചെയ്യണ്ടേ? ഒരു പരീക്ഷണത്തിന്റെ ശാലയും കൂടെയാണേ ഇതൊരു പരീക്ഷണത്തിന്റെ ശാലയാണ്. അതായത് അത് സ്വേച്ഛാധിപതികൾ, സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഉണ്ട്, അങ്ങനെ സ്വേച്ഛാധിപതികളായിട്ടുള്ള എല്ലാ സ്ഥലത്തും അങ്ങനെയൊന്നും അല്ല. അതവിടെ നിൽക്കട്ടെ. ഇതിനേക്കാളും നമ്മളിപ്പോൾ ചർച്ച ചെയ്തോണ്ടിരുന്നൊരു വിഷയം, ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് ലോക്കൽ പൊളിറ്റിക്സ് ഒന്നും അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പൊളിറ്റിക്സ് അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല ഇത്ര ഇലക്ഷൻ നടത്തുവാണെങ്കിൽ. രണ്ടാമത്തെ കാര്യം, ഇത്രയും വലിയ ലോജിസ്റ്റിക്സ്, 90 മില്യൺ ആളുകൾക്ക് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുക എന്നൊക്കെ പറയുന്നത് അസംഭവനീയം എന്ന് വേണമെങ്കിൽ പറയാം. ചെയ്യാൻ പറ്റും. പക്ഷെ അതിനകത്തൊക്കെ നമുക്ക് സുതാര്യമായിട്ട്, അതായത് ബാലറ്റ് പേപ്പറിൽ എന്ന് നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഇത്തരം, അതായത് ഈ 100 ദിവസം കൊണ്ട് ഇത്രയും നടപ്പിലാക്കുക എന്ന് പറയുന്നത്, അത് മാത്രമല്ല ഇതിനു മുമ്പ് എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് ചർച്ചകൾ നടത്തണം, 47 രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചർച്ച നടത്തണം, അതിന് കൺസെൻസസ് ഉണ്ടാക്കണം, അതിനുശേഷമാണ് പാർലമെന്റ് ഇതിന്റെ ചർച്ച കൊണ്ടുവരേണ്ടത്. ഇതിനൊരു രീതി ഉണ്ടല്ലോ. ആ രീതിയൊന്നും ചെയ്യാതെ ഈ 11 മാസം ഇത് അടയിരുന്ന് വെച്ചുകൊണ്ടിരുന്നിട്ട് അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ ഒരു നയം നടപ്പിലാക്കുക എന്നൊക്കെ പറയുന്നതിന് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാര്യം. നമ്മളുടെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വേച്ഛാധിപത്യത്തിന്റെ ഒരു പടവാൾ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. അത് ഏത് സമയത്തും പൊട്ടി വീഴാം. അതായത് ഒരു മതരാഷ്ട്രമായി മാറുന്നതിന്റെ അതിലേക്കുള്ള ഒരു പ്രയാണത്തിന്റെ ഒരു ഏടാണ് ഇതെന്ന് എനിക്കതിനെ നോക്കി കാണാൻ പറ്റത്തുള്ളൂ. പ്രവചനാത്മകമായിട്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ആ പോക്കും, അങ്ങനെ തന്നെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈദ്ധാന്തിക വിഭാവനം ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ മുന്നണി സംവിധാനത്തിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രം തൽക്കാലമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് അവരുടെ പോളിസീസ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ അത് മതരാഷ്ട്രവാദത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. അന്യമതസ്ഥരെ എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ ഉടനെ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ചേരുക, ഓരോരോ ഘട്ടങ്ങളിലും എടുത്ത് പരിശോധിച്ചാൽ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇതിനകം തന്നെ. നിങ്ങൾ ഈ കാലഹരണപ്പെട്ട ഈ മുദ്രാവാക്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാതെ ഒന്ന് മാറ്റിപ്പിടിക്കുക. അതുകൊണ്ടാണല്ലോ കാലഹരണം. സുപ്രീം കോടതി ജഡ്ജിയുടെ വീട്ടിൽ പോയി നമ്മൾ പൂജ നടത്തുന്നത്, സുപ്രീം കോടതിയുടെ വീട്ടിൽ പോയി ഗണപതി പൂജ നടത്തുന്നത് കാലഹരണപ്പെട്ടതായതുകൊണ്ടാണല്ലോ. ഇഫ്താർ പാർട്ടിയിൽ മുൻ പ്രധാനമന്ത്രിമാർ പങ്കെടുത്തതൊക്കെ ഡോക്ടർ വായിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അന്നൊന്നും ഈ വിമർശനം ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നോ? ഗണേശ പൂജ വരുമ്പോഴാണ് പ്രശ്നം. ഇഫ്താർ പാർട്ടി ആകുമ്പോൾ കുഴപ്പമില്ല. ഡോക്ടറെ, ഇതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അല്ല, സുപ്രീം കോടതി ജഡ്ജിയുടെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി ജഡ്ജി പങ്കെടുത്തിട്ടുണ്ട്. മൻമോഹൻ സിംഗിന്റെ വീട്ടിൽ നടന്ന മൻമോഹൻ സിംഗിന്റെ വീട്ടിൽ നടന്ന ഇഫ്താർ പാർട്ടിയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ 2005 പങ്കെടുത്തിട്ടുണ്ട്. അന്ന് മതേതരത്വത്തിനൊന്നും പറ്റിയില്ല. അതെ, അത് കാരണം അത് ഇഫ്താർ പാർട്ടിയായിരുന്നു. യെസ്, എന്തായാലും ഒരു ഇഫ്താർ പാർട്ടിയാണ്. ഗണേശ് തിരിച്ചങ്ങോട്ടല്ല പോയത്. തിരിച്ചങ്ങോട്ടും പോവാ. ഐശ ഒരു ഗണേശോത്സവത്തിൽ പങ്കെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതാണ് പ്രശ്നം. ഇതാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്. ഈ ന്യായമാണ് പറയുന്നത്. അന്യമതസ്ഥരെ എല്ലാം പുച്ഛിക്കുന്ന ഈ ചിരി ഉണ്ടല്ലോ, ഇതാണ് പ്രശ്നം. അന്യമതസ്ഥരെ പുച്ഛിക്കുന്ന ഈ ചിരിയാണ് പ്രശ്നം. അന്യമതസ്ഥരുടെ വോട്ടുകൾ വാങ്ങിയിട്ടല്ലേ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയത് ഡോക്ടർ ജയരാജ്?